പോലീസ് യൂണിഫോം കയ്യിലുണ്ടെന്നുള്ള അവന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. അവന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. കോടതിയിൽ ഹാജരാക്കുന്നതുവരെ പിടിച്ചു നിന്നാൽ പിന്നെ മൂർത്തിയെ രാജീവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പുഷ്പം പോലെ നാളെ ഞാൻ കോടതിയിൽ നിന്ന് മൂർത്തിയെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യും. വേണം വക്കീലേ. ചോര വീണ വഴിയിലൂടെയാ ഞാൻ പിടിച്ചു കയറി വന്നത്. അതിനിടയിൽ പല ചതി ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. തിരിച്ചും പലരോടും ദ്രോഹം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് തോറ്റുകൊടുക്കാൻ പറ്റില്ല. എന്റെ മൂക്കു ചുറ്റും എന്റെ ജീവിതം. ആരോടും ദയയും സ്നേഹവും ഒന്നും ഇല്ലാതിരുന്ന എനിക്ക് സ്നേഹിക്കാൻ ആകെയുള്ളത് എന്റെ മോള് മാത്രമാ. ഞാൻ ജയിലിൽ പോയ അവൾ അനാഥയാവും. അതുകൊണ്ട് ഈ കേസിൽ രാജീവിന് മുന്നിൽ അടിയറ പറയാൻ എനിക്ക് മനസ്സില്ല. ഒന്നും പറ്റിയില്ലെങ്കിൽ രാജീവിന്റെ കാര്യത്തിൽ ഒരിക്കൽ കൂടി എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. എന്തായാലും കോടതിയിൽ ഈ പെറ്റീഷൻ ആദ്യം വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ശരി, എന്തു വന്നാലും മൂർത്തിയെ പുറത്തു കൊണ്ടുവന്നിരിക്കണം. മോനെ, അമ്മേ, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അമ്മ വഴക്കുണ്ടാക്കരുത്. കാര്യം എന്താ? നാളെ ഗൗരിമോളുടെ കൂട്ടുകാർ ഓണാഘോഷിക്കാൻ വരുമല്ലോ. അപ്പോൾ അവരുടെ കൂടെ ഒരാളുകൂടി വരുന്നുണ്ട്. ആ വരുന്ന ആളെ ചിലപ്പോൾ അമ്മയ്ക്കോ ശിശിരിക്കോ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ആരാ വരുന്നത്? അത് സച്ചി. ആരാ അവനെ വിളിച്ചത്? കുട്ടികളെ മാത്രം വിളിച്ചാ പോരായിരുന്നോ? അവനെ ഈ വീട്ടിൽ കയറ്റരുത്. അമ്മേ, ഗൗരിമോളുടെ ആഗ്രഹമാണ്. അയാളെ ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് അവനും സമൃദ്ധിയും തമ്മിലുള്ള ബന്ധം അറിയാവുന്നതല്ലേ? അവൻ ഇവിടെ വന്ന നിന്റെ ജീവിതം തകരും. നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല അവൻ ഇവിടെ വരുന്നത്. വേണ്ടാത്ത വയ്യാവേലി വിളിച്ചു വരുത്തുന്നത് നിനക്ക് നല്ലതല്ല. അമ്മേ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗൗരിമോളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അയാൾക്ക് മോളെ വലിയ ഇഷ്ടമാണ്. അവൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും അയാൾ ചെയ്യില്ല. അതുകൊണ്ട് അയാൾ നാളെ വരുമ്പോൾ അമ്മയൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അമ്മയെന്തൊന്നും പറയാത്തെ? ഇനി ഞാനെന്തു പറയാൻ? ഗൗരിമോളുടെ ആഗ്രഹത്തിന് വേണ്ടിയല്ലേ, നടക്കട്ടെ. പക്ഷെ എന്റെ ഇഷ്ടക്കേട് എന്റെ മുഖത്ത് കാണും. മനസ്സിലൊന്നു വെച്ചുകൊണ്ട് പുറത്തു മറ്റൊന്നു കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തമ്മേ? സമൃദ്ധ എന്തിനാ ഇപ്പൊ പുറത്തോട്ട് പോയത്? അത് പിന്നെ ഗൗരിമോക്ക് എന്തോ സാധനം വാങ്ങാൻ കടയിലേക്ക് പോയതാ. ഇനി അധികം അവളെ ഒറ്റയ്ക്ക് പുറത്തോട്ട് വിടാതിരിക്കുന്നതാ നല്ലത്. ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് കൊള്ളാം.